ഹായ് ഹലോ, ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഏതു ജന്മകൽപ്പനയിലെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അശോകൻ ഹോസ്പിറ്റലിലാണ്. അതിന്റെ ഇടയിൽ അശോകനെ കൊല്ലാൻ വേണ്ടിയിട്ടും ശ്യാമിന്റെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇനി ശ്രുതിയും അശ്വനും തമ്മിലുള്ള ബന്ധം, അവരുടെ ആ ഒരു പ്രണയം ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു, സങ്കടമായിരുന്നു ശ്രുതിക്ക് ഉണ്ടായിരുന്നത്. അശ്വിനോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തത്. അപ്പോൾ താൻ വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു മീറ്റിംഗ് മുടങ്ങിയതെന്നും, ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അശ്വിന് ഉറപ്പായിട്ടും ആ ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത് സന്തോഷത്തോടെ വരാമെന്നും ശ്രുതി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അതിനെപ്പറ്റി. അങ്ങനെ ഒരുപാട് ക്ഷമ ചോദിക്കുന്നുണ്ട്, ഒരുപാട് ക്ഷമ ചോദിക്കുകയും എന്നിട്ട് സാർ എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെയാണ് ഇതെല്ലാം ചെയ്തത് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ, താൻ ചെയ്ത തെറ്റിന് ഒരുപാട് മാപ്പ് ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ക്ഷമിക്കാനായിട്ട് നമ്മുടെ അശ്വിൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ അവസാനം അശ്വിൻ കാർ നിർത്തിയതിനു ശേഷം കുറച്ച് പൈസ എടുത്ത് പേഴ്സിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ട്, നീ ഇവിടെ ഇറങ്ങിക്കോ, ഇവിടെ നിന്ന് നീ ബസ് പിടിച്ചോ, ഓട്ടോ പിടിച്ചോ, ടാക്സി പിടിച്ചോ, എന്ത് വെച്ചോ നീ വീട്ടിൽ പോയിക്കോ, ഇനി എന്റെ കാറിൽ വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് വഴിക്ക് ശ്രുതിയെ ഇറക്കി വിട്ടിട്ട് അശ്വിൻ അങ്ങ് നേരെ പോവാണ്. എന്നാലും ശ്രുതിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും നിന്നില്ല. കാരണം താൻ കാരണമാണ് അശ്വിൻ ഇത്രത്തോളം നഷ്ടമുണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പവും ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ ശ്രുതി നമ്മുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതുവരെയും ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും ശ്രുതി അറിഞ്ഞിട്ടില്ല. ഈ ഒരു സമയം പ്രീതി അഞ്ജലി വിളിച്ചതിന് ശേഷം ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് ഈ വിവരം എത്രയും പെട്ടെന്ന് അശ്വിനെ അറിയിക്കണം, ഈ വിവരം എത്രയും പെട്ടെന്ന് ശ്രുതിയെ ഒന്ന് അറിയിക്കണം, എന്നിട്ട് ശ്രുതിയെ കൊണ്ട് എങ്ങനെയും ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് അവിടെ പ്രീതി പറയുന്നുണ്ട്. അപ്പോൾ അശ്വിനെ ഞങ്ങൾ കുറേ വട്ടം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അശ്വിൻ കോൾ എടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ശ്രുതിയെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പ്രീതി പറയാൻ മടിക്കരുത്, എന്താ ആവശ്യത്തിനും ഞങ്ങൾ കൂടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ വെക്കുവാണ്. അങ്ങനെ വീണ്ടും അശ്വിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അഞ്ജലി ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ആകാശും അശ്വിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കോള് പോകുന്നില്ല, ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോള് പോകാത്തത് കൊണ്ട് തന്നെ ആകാശ് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ വരെ പോയി നോക്കാം, നമ്മൾ ഈ ഒരു സമയത്ത് അവരെ കൂടെ നിൽക്കുന്നത് അത്രത്തോളം അവർക്കൊരു ആശ്വാസമല്ലേ, അവർക്കൊരു നല്ല കാര്യമല്ലേ എന്നൊക്കെ പറയുന്നു. ഇത് കേട്ടിട്ട് ഓടി മനോരമ വരികയും, എന്നിട്ട് ഒന്നാതെ പ്രീതിയും ശ്രുതിയും ഇഷ്ടമില്ലാത്ത ഒരാളാണ് മനോരമ. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ശ്രുതിയുടെ അച്ഛന് അസുഖമാണെന്നും ആകാശ് അവിടെ പോകുന്നു എന്നും കൂടി അറിയുമ്പോഴത്തേക്കും പിന്നെ തീർന്നു. അങ്ങനെ ഒരുപാട് ഇതിന്റെ പേരിൽ ഒരുപാട് ദേഷ്യപ്പെടുകയും, എന്നിട്ട് നീ അങ്ങനെ പോവേണ്ട ഒരു ആവശ്യമില്ല എന്നും, അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യത്തിലും ഈ വീട്ടിൽ നിന്ന് പോവേണ്ട ആവശ്യമില്ല, അവളെ നമുക്ക് അത്യാവശ്യം അവൾക്കൊരു തുക കൊടുക്കുന്നുണ്ടല്ലോ, ഇവിടെ ജോലി ചെയ്യുന്നതിന്റെ പൈസ നമ്മൾ അവൾക്ക് കൊടുക്കുന്നുണ്ട്, അത് മതി, ഇനി നീ ആയിട്ട് പോവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ആകാശിനെ വിലക്കുവാണ്, നീ ഇനി പോകാൻ പാടില്ല എന്ന്. എന്നാൽ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്തു പറ്റിയാലും ആകാശ് ആ ഒരു ഹോസ്പിറ്റലിൽ പോകാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് എങ്ങനെയെങ്കിലും അശോകനെ കൊല്ലണം, അല്ലെങ്കിൽ അശോകനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ ആ ഒരു രഹസ്യം മറ്റാരും അറിയത്തില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ശ്യാമ നിൽക്കുവാണ്. അങ്ങനെ എന്തെങ്കിലും തക്കം കിട്ടിക്കഴിഞ്ഞാൽ അശോകനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ശ്യാമിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ വന്നു, ക്രിട്ടിക്കൽ സ്റ്റേജ്, ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അത്രത്തോളം ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം ബെറ്റർ ആയിട്ടുണ്ട്, എന്നാലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, കുറച്ചു നേരം ഒബ്സർവേഷനിൽ ഇരുന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അശോകനെ വകവരുത്താനായിട്ട് സാധിക്കും എന്നൊരു വിശ്വാസത്തിൽ നിൽക്കുവാണ്. ഈ ഒരു സമയം ശ്രുതി നേരെ വീട്ടിലെത്തിയപ്പോൾ ആരെയും കാണാനില്ല, കഥവെല്ലാം അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആരും ഇല്ലേ, എവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തങ്കൻ വരുന്നത്. തങ്കനെ ശ്യാമു വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഹോസ്പിറ്റലാണെന്നും ശ്രുതി വരുവാണെങ്കിൽ പറയാനായിട്ട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. തങ്കൻ വരികയും എന്നിട്ട് അവരാരും ഇവിടെ ഇല്ല എന്നും തന്റെ അച്ഛന് വയ്യ എന്നും ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് എന്നൊരു കാര്യം പറയുകയും, ഇത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടത്തോടെ ഓടി നേരെ ഹോസ്പിറ്റലിലോട്ട് ശ്രുതി ഓടി പാഞ്ഞു പോവാണ്. ഈ ഒരു സമയം തന്നെ നമ്മുടെ അശ്വിനും വീട്ടിലോട്ടെത്തി. അപ്പോൾ അശ്വിനെ കണ്ടപ്പോൾ തന്നെ അവിടെ രാമേട്ടൻ പറയുന്നുണ്ട്, എന്തായാലും അശ്വിന്റെ കൂടെ ശ്രുതി ഇല്ലാത്ത സ്ഥിതിക്ക് അശ്വിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അശ്വിനോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി എവിടെ, ശ്രുതിമോളുടെ അച്ഛന് വയ്യ എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അശ്വിന്റെ ഒരുപാട് ദേഷ്യപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അവൾക്ക് എന്ത് പറ്റിയാലും ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അവൾ എന്റെ കൂടെ ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് നേരെ റൂമിൽ പോയിട്ടും അശ്വിന്റെ മനസ്സിലൊരു തേങ്ങലാണ്, ഞാൻ എന്തിന് അവൾക്ക് വേണ്ടിയിട്ട് ഇത്രയും പാടുപെടണം, ഇത്രയും നാള് എന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും ഞാൻ അവളെയോട് ദേഷ്യപ്പെട മാത്രമല്ലാതെ വേറെ ഒരു കാര്യം ചെയ്തിട്ടില്ല,
പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ അവൾക്കൊരു ആപത്ത് വന്നപ്പോൾ ഞാൻ അവളെ സഹായിക്കണം, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എന്തിന് ഇങ്ങനെ ഒരുപാട് ടെൻഷൻ അടിക്കണം എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലായിരുന്നു. അശ്വിനും ഇതുവരെയും കാര്യം അറിഞ്ഞിട്ടില്ല, എന്താണ് എന്നൊന്നും. അത് ശ്രുതി ഇപ്പോൾ ഹോസ്പിറ്റലാണെന്നും തന്റെ അച്ഛന് വയ്യാത്ത കാര്യങ്ങളൊന്നും അശ്വിനും അറിഞ്ഞിട്ടില്ല. അങ്ങനെ നേരെ ശ്രുതി ഹോസ്പിറ്റലിലെത്തിയപ്പോൾ നമ്മുടെ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കെട്ടിപ്പിടിച്ച് കരയുവാണ്. ഇതിന്റെ ഇടയിൽ തന്നെ ആകാശും ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ആകാശ് പ്രീതിയൊക്കെ തപ്പി നടക്കുന്ന സമയത്ത് അശോകന് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്യാം പുറത്തോട്ട് പോകുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ആകാശിനെ കണ്ടു. അപ്പോൾ ആകാശിനെ കണ്ടപ്പോൾ ശ്യാമിന് ദേഷ്യം വന്നു. ഒന്നാമത് ഇവിടെ ഇവൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, ഇവൻ എന്ത് കാര്യം ഉണ്ടായിട്ടോ, മനുഷ്യനെ ഓരോ സമാധാനം തരാത്ത ഓരോ ആൾക്കാർ കയറി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്യാമ മനസ്സിൽ ആകാശിനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. എങ്ങനെയും ആകാശിന്റെ കണ്ണ് വെട്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ശ്യാം ശ്രമിക്കുന്നത്. ഇതിന്റെ ഇടയിൽ തന്നെ ആകാശും പ്രീതിയും കൂടി കണ്ടുമുട്ടുകയും അങ്ങനെ പ്രീതിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു ആപത്തുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ വന്ന് അന്വേഷിക്കാനുള്ള ഒരു മര്യാദ കാണിച്ചല്ലോ, അത്രയും നല്ലതാണ്. എന്നാൽ സാർ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, സാർ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം സാറിന്റെ അമ്മ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇതിന്റെ പേരിൽ വലിയ വലിയ പ്രശ്നങ്ങളാവും. അതുകൊണ്ട് എനിക്ക് പഴി കേൾക്കാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് സാർ ഇത്രയും പെട്ടെന്ന് പൊയ്ക്കോളൂ. പക്ഷെ അവിടെ ആകാശ് ക്ഷമ ചോദിക്കുന്നുണ്ട് അന്ന് നടന്ന സംഭവങ്ങൾക്കെല്ലാം. എന്നാലും അതൊന്നും കുഴപ്പമില്ല, എന്നാലും സാർ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, സാർ നേരെ തിരിച്ചു വെക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രീതി ആകാശിനെ പറഞ്ഞു വിടുവാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ശ്രുതി ഹോസ്പിറ്റലിലോട്ട് എത്തുന്നതും. എന്നിട്ട് എല്ലാവരെയും കെട്ടിപ്പിടിച്ചതിന് ശേഷം പൊട്ടി പൊട്ടി കരയുവാണ്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ പുറത്തോട്ട് ഇറങ്ങി വന്നതിന് ശേഷം ഇത്രയും നേരം അത്രത്തോളം ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്, എന്തായാലും വേറെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരും കാണാതെ ശ്യാം അവിടെ നിന്ന് അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അകത്തോട്ട് കയറിയിട്ട് നമ്മുടെ അശോകനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അങ്ങനെ അവിടെ ഒരു ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൂട്ടിയും കുറച്ചും അശോകനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. അപ്പോൾ ഓക്സിജൻ ലെവൽ കൂട്ടുമ്പോഴത്തേക്കും തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് അശോകൻ ഉണ്ടാകും. അതുപോലെ തന്നെ ഓക്സിജൻ ലെവൽ താഴ്ത്തുമ്പോഴും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. ഇത് അശോകനെ മരണത്തിനും കാരണം. അപ്പോൾ വേറെ പ്രശ്നങ്ങളോ വേറെ ഒരു സംശയങ്ങളോ ശ്യാമിലോട്ട് എത്തത്തില്ല എന്ന് ശ്യാമിന് അറിയാം. അങ്ങനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് ഡോക്ടർ ശ്രുതിയൊക്കെ വന്ന് കാണുന്നത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ഒന്ന് അച്ഛനെ കണ്ടാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അങ്ങനെ ഡോക്ടറിന്റെ സമ്മതത്തോടെ ഡോക്ടറും കൂടി ചേർന്നിട്ട് അവരെല്ലാവരും കൂടി അശോകനെ കാണാൻ വേണ്ടി ചെല്ലുകയും അങ്ങനെ അശോകനെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് പൊട്ടി കരഞ്ഞുപോയി. ഈ ഡോക്ടർ വരുന്നത് കണ്ടപ്പോൾ തന്നെ ശ്യാം പെട്ടെന്ന് എല്ലാം നോർമൽ ആക്കിയിട്ട് അയ്യോ അങ്കിളെ എന്ത് പറ്റി എന്ന് പറഞ്ഞ ഒരു ഡ്രാമയൊക്കെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ തന്നെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഇയാൾ എന്താ ഇവിടെ, ഇയാൾ എങ്ങനെ ഇവിടെ ഇങ്ങോട്ട് വന്നു? അല്ല, എനിക്ക് പുറത്ത് നിന്നിട്ട് സഹിക്കാൻ പറ്റിയില്ല, അങ്കിളുടെ ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് വന്ന് കണ്ടതാണ് എന്നൊക്കെ പറയുവാണ്. പക്ഷെ ഈ ഒരു തക്കത്തിലും ശ്യാം കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കണ്ണും കൈയൊക്കെ കാണിച്ചിട്ട് ശ്യാമിനെതിരെ ഓരോ സംശയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ അശോകൻ ശ്രമിക്കുവാണ്. അപ്പോൾ ശ്യാമിനെ നോക്കിയിട്ട് കണ്ണുരുട്ടി കാണിക്കുകയും എന്നിട്ട് ഡോക്ടറിനോട് പറയുന്നുണ്ട് ഇയാള് എന്ന രീതിയിൽ കണ്ണ് വെച്ച് തന്നെ ശ്യാമിനെ കാട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവിടെയും ശ്യാം ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് തടി തപ്പാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. അവസാനം ശ്രുതി അശോകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരയുമ്പോൾ അതേസമയം തന്നെ ശ്യാമും അശോകന്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ അശോകന്റെ കയ്യിൽ ശ്യാമ പിടിച്ചപ്പോൾ തന്നെ കൈ തട്ടി മാറ്റിയതിനു ശേഷം ഒരു വെപ്രാളം കൊള്ളുവാണ് അശോകൻ. അപ്പൊ എന്തൊക്കെ ശ്രുതിക്ക് സംശയങ്ങൾ തോന്നി. അപ്പൊ എന്തോ ശ്യാമിനോട് പറയാനുണ്ടെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ ശ്യാം കുറ്റവാളിയാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞിട്ടില്ല. അത് അറിഞ്ഞു കഴിഞ്ഞാൽ അശ്വിൻ ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് തയ്യാറാകുമോ? എന്തായാലും ശ്യാമിന്റെ ഈ ഒരു ചതി ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ ശ്യാമിന്റെ ചതി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അശോകൻ ഇനി പഴയതുപോലെ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമോ? ഒരു ആപത്തും കൂടാതെ തിരിച്ച് ജീവിതത്തിലോട്ട് വരുമോ എന്നൊക്കെ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും. അതുവരെ ടാറ്റ ബൈ.